ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. നമ്മുടെ കോവിഡ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം പത്തനാപുരം ടൗൺ ഇപ്പം കണ്ടെയ്ൻമെന്റ് സോണിലായി. ഭയങ്കര പാടാണ്. നമുക്ക് ഓരോരുത്തർക്കും അധിക ജാഗ്രതയാണ് വേണ്ടത്. തളർന്നു പോകാനല്ല, ക്ഷീണിച്ചു പോകാനല്ല, അതിലേക്ക് അതിജീവിച്ച് വേണം മുമ്പോട്ട് പോകാൻ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ തന്നെ സൂക്ഷിക്കുക, മാസ്ക് ധരിക്കുക, സാനിറ്റൈസ് ഉപയോഗിക്കുക. വാഹനത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഇടാൻ ഫുൾ ഗ്ലാസ് ഏരിയിട്ടിരിക്കുകയാണ്. വെളിയിൽ നല്ല മഴയുണ്ട്. ഇന്നലെ തൊട്ടേ നല്ല മഴയാണ്. എന്താ പറയുക, ഓരോ ദിവസം കഴിയുമ്പോഴും വർധനവാണ്, കുറയുന്നില്ല. സങ്കടമുണ്ട് ഈ പറയുമ്പോൾ തന്നെ. അപ്പം നിങ്ങളുടെ മുമ്പിൽ ഇത് എത്തിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. പത്തനാപുരത്ത് ആദ്യമായിട്ടാണ് കണ്ടെയ്ൻമെന്റ് സോണിലാവുന്നത്. ഇത്രയും നാൾ അങ്ങനെ പ്രശ്നം പത്തനാപുരത്തില്ലായിരുന്നു. കൊല്ലം ജില്ല പത്തനാപുരത്തില്ലായിരുന്നു. ഇപ്പോൾ അതുമായി. ഇപ്പം കണ്ടെയ്ൻമെന്റ് സോണിലാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 3 പേർക്കും കൂടെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയെല്ലാം റദ്ദാക്കി, അങ്ങോട്ടുള്ളതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നമ്മൾ ടൗണിലൊക്കെ പോകുമ്പോൾ, പത്തനാപുരം ടൗൺ റോഡൊക്കെ പോകുമ്പോൾ നമ്മൾ ജാഗ്രതയാണ് നമുക്ക് ആദ്യം വേണ്ടത്. ആവശ്യത്തിന് മാത്രമേ ഇറങ്ങുക. ഇന്ന് തന്നെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ചെറിയൊരു വ്ളോഗ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച്. നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പം ചെറിയൊരു തോർച്ച കിട്ടി. നമ്മളിവിടുത്തെ പച്ചക്കറി മാത്രം തുറന്നിട്ടുണ്ട്, ബാക്കി എല്ലാം അടവാണ്. പത്തനാപുരത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നത്, കണ്ടെയ്ൻമെന്റ് സോൺ. കഴിഞ്ഞിടയ്ക്ക് പത്തനാപുരത്തിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ അടച്ചായിരുന്നു. അവിടെ പ്രശ്നങ്ങൾ വന്നപ്പം അതുപോലെ അടച്ചു. 2 ആഴ്ചത്തോളം അടച്ചായിരുന്നു. പക്ഷേ വണ്ടികളൊക്കെ തടസ്സമില്ലാതെ പോകുന്നുണ്ട്. നമ്മുടെ വഴിയോര കച്ചവടക്കാരെല്ലാം അടവാണ്. ഇപ്പം എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാം അടവാണ്. പച്ചക്കറിയൊക്കെ തുറക്കാമെന്നുണ്ട്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കടകളൊക്കെ തുറക്കാമെന്നുണ്ട്. ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാത്തരം അവസ്ഥയാണ്. മൊത്തത്തിൽ 15 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പത്തനാപുരത്തിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം കൂടെ ചേർത്ത് 15 പേർക്ക്. 115 പേർക്കാണ്ട് പരിശോധന നടത്തി. അതിൽ 15 പേർക്കാണ് പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ചത്. സൂപ്പർ മാർക്കറ്റുകളെല്ലാം അടച്ചു. പത്തനാപുരം ഡിപ്പോ അടച്ചു. KSRTCകളൊന്നും ഇപ്പം പോകുന്നില്ല, എല്ലാം നിർത്തിയിട്ടിരിക്കുകയാണ്. ചെറിയ കടകൾ തൊട്ട് വലിയ കടകൾ വരെയും അടച്ചു. ചുരുക്കം ചില കട മാത്രം തുറന്നിട്ടുണ്ട്. ഇവിടെയാണ് കൊല്ലവും പത്തനംതിട്ടയുള്ള ബോർഡർ. ഇവിടെ ചെക്കിങ് കാര്യങ്ങളുണ്ട്. ഇവിടെ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് അകത്തോട്ട് കയറ്റി വിടുന്നത്. അല്പം പച്ചക്കറി വാങ്ങിക്കണം. പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്.
ചില പച്ചക്കറി സ്റ്റാളുകൾ മാത്രം തുറന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊരു ബോർഡർ കൂടമാണെന്ന്. അപ്പോൾ അതിൻ്റെ അപ്പുറം കുഴപ്പമില്ല. പക്ഷെ അവിടെ ഉദ്യോഗസ്ഥർക്ക് ഇരിപ്പുണ്ട്, പരിശോധനയുണ്ട് അവിടെ. അവിടെ മാത്രം തുറന്നിട്ടുണ്ട്. ഒരുപാട് ദൂരോട്ട് ഇനി പോകുന്നില്ല, നമുക്ക് ഇവിടെ തിരിച്ചു പോവാം. എനിക്ക് ഇച്ചിരി മരുന്ന് വാങ്ങിക്കണം, അതും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞ് നേരെ വിടുകയാണ് അങ്ങോട്ട്. കാര്യം ഇവിടുന്ന് ഒരു 500 മീറ്ററിന് പോയി കഴിഞ്ഞാൽ അവിടെ തൊട്ട് ബ്ലോക്ക് ചെയ്തേക്കുവാണ്. ഇതാണ് പത്തനാപുരത്തിൻ്റെ സെൻറ്റർ. അങ്ങോട്ടുണ്ട്, അവിടെ തൊട്ടാണ് ബ്ലോക്ക് ചെയ്തേക്കുന്നത്. എനിക്ക് അവിടെ വരെ ഇനി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ചെമ്മാമ്പാറ അവിടെ തൊട്ടാണ് ബ്ലോക്ക് ചെയ്തേക്കുന്നത്. ഈ 5 മാസത്തിനിടയ്ക്ക് പത്തനാപുരത്ത് ആദ്യമായിട്ടാണ് ഇത്രയും കോവിഡ് ഇത്രയും വന്നതും ഇത്രയും പേരിലേക്ക് വ്യാപിച്ചതും. നമ്മുടെ പത്തനാപുരം ഷോപ്പിംഗ് മാളാണ്. അതിൻ്റെ പണിയൊക്കെ ഏകദേശമൊക്കെ ഒരു 80% ആയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ജാഗ്രതയാണ് വേണ്ടത്. നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് വേണ്ടത് ജാഗ്രതയാണ്. അതിനെ ഭയന്ന് ഓടാനുള്ളതല്ല, അതിനെ ജയിച്ച് മുന്നേറാനുള്ളതാണ്. നമ്മൾ എവിടെ പോയിരുന്ന വീട്ടിൽ വന്നാലും നമ്മൾ ശുദ്ധിയായിട്ട് വീട്ടിൽ കയറാൻ പാടുള്ളൂ. കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ പ്രത്യേകം നോക്കണം. നിങ്ങൾ കൈ ആയാലും നല്ലതായിട്ട് വാഷ് ചെയ്യണം, മുഖമൊക്കെ നല്ലതായിട്ട് വാഷ് ചെയ്യണം, മാസ്ക് ധരിക്കണം. എല്ലാ നിയമവും കൃത്യമായിട്ട് പാലിച്ച് വേണം മുമ്പോട്ട് പോകാൻ. ഞാൻ എപ്പോൾ എവിടെ പോയാലും നമ്മൾ മാസ്ക് ധരിച്ച് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതുമല്ല, ഞാൻ മറ്റുള്ളവരായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് എവിടെയായാലും പോകുന്നത്. അപ്പോൾ നമ്മളെ സൂക്ഷിക്കുക, ആപത്ത് വരുത്തി വെക്കാതിരിക്കുക. ഈ ചെറിയ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ. ഓക്കെ, ഞാൻ വീഡിയോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, പിന്നെയും മഴ തുടങ്ങിയിട്ടുണ്ട്. പിന്നെയും മഴ തുടങ്ങിയിട്ടുണ്ട്. പിന്നെയും ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു വെയിറ്റ് കഴിഞ്ഞിട്ട് നിൽക്കുവാണ് ഇപ്പം. മഴയത്ത് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കയറി കാണുക. മഴയത്ത് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു.